MP ഗോവിന്ദൻ വേറെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട്. ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം. കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല. സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യുന്ന നാട്ടിൽ കൊല ചെയ്യുന്നവരെ പരീക്ഷ എഴുതിക്കാമോ? 10ാം ക്ലാസ്സുകാരൻ ഷഹബാസ് എഴുതേണ്ട പരീക്ഷ അവനെ ഇല്ലാതാക്കിയിട്ട് ആ 5 പേരും എഴുതിയത് ശരിയാണോ? ചോദ്യങ്ങൾ അലയടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ, തെരുവുകളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. പരീക്ഷ എഴുതിപ്പിക്കുന്നത് മരിച്ച കുട്ടിയുടെ പിതാവ് പറയുന്നത് പോലെ അനീതിയാണെന്ന് പക്ഷേ നിയമ സംവിധാനങ്ങൾക്ക് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഭരിക്കുന്നത് പൊതുബോധമല്ല, നീതിബോധം തന്നെയാണ്. ബന്ധുക്കളെ പോലെ വൈകാരികമായി പ്രതികരിക്കാൻ നിയമത്തിനും നീതിക്കും കഴിയില്ല. ബാലനീതി നിയമത്തിലെ വകുപ്പുകൾ കുട്ടികളെ കൂടുതൽ ക്രിമിനലുകളാക്കാൻ സൃഷ്ടിച്ചതല്ല, അവരെ തിരുത്താനുള്ളതാണ്. ആ നിയമം നൽകുന്നത് കുട്ടികൾക്ക് ജാമ്യത്തിനുള്ള അർഹതയും പഠിക്കാനുള്ള അർഹതയും ഒക്കെയാണ്. ഇനി ചോദ്യം ചെയ്യേണ്ടത് നിയമത്തെ തന്നെയാണെങ്കിൽ അതാണ് രാഷ്ട്രീയ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ചെയ്യേണ്ടത്. അവകാശത്തെ ഇല്ലാതാക്കാനുള്ള തെരുവ് യുദ്ധത്തിനല്ല. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഇതിപ്പോഴും ഒരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാ സംവിധാനങ്ങളും അഴിമതിയുടെ കറ പറ്റുമ്പോഴും മനുഷ്യർ ഈ നാട്ടിൽ ജീവിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും അത് ഉറപ്പു നൽകുന്ന നിയമങ്ങളെയും വിശ്വസിച്ചാണ്. അതെല്ലാം ഉറപ്പാക്കണം. ഒപ്പം കൊച്ചു ജീവനുകൾ തച്ചുടയ്ക്കുന്ന കൊടും കുറ്റവാളികളായി കുട്ടികൾ തന്നെ മാറുന്നുണ്ടെങ്കിൽ ആ വിഷം എങ്ങനെ പടരുന്നുവെന്നും അറിയണം. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കുട്ടികളെ തല്ലിക്കൊല്ലാതെ വേണം നമ്മൾ ഈ നാട് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ. അതിന് കഴിയുമോ? സമന്വയത്തിലെത്താതെ ചർച്ച ചെയ്ത് ഇപ്പോഴും പോരടിക്കുന്ന ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഈ നാട് എന്ത് പരിഹാരം കണ്ടെത്തും? കുട്ടികൾ പ്രതികളായാൽ കരുണ വേണോ, കരുണ വേണ്ടേ? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. സ്വാഗതം. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവും KSUവിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി BT സൂരജും നമുക്കൊപ്പം ചേരും. ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ കൂടിയായ PT മുഹമ്മദ് സാദിഖ്, സ്റ്റുഡിയോയിൽ നിന്ന് ഇൻഫ്ലുവൻസർ അസീൽ, റിട്ടയർഡ് SP സക്കറിയ ജോർജ് എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീ PT മുഹമ്മദ് സാദിഖിലേക്ക്. വൈകാരികമായിട്ടല്ല പ്രതികരിക്കേണ്ടത്, അങ്ങനെയല്ല വിദ്യാർത്ഥി സംഘടനകൾ പ്രതികരിക്കേണ്ടത്. അതാണ് ഇന്ന് സമൂഹ മാധ്യമത്തിൽ ഇട്ട പോസ്റ്റാണ്. അത്തരത്തിലുള്ള പോസ്റ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ പലരുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് വൈകാരികമായി പ്രതികരിക്കാതിരിക്കാൻ കഴിയുക? ഇതോ ആദ്യത്തെയോ രണ്ടാമത്തെയോ കേസുകളല്ല. ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ ആ കുട്ടികൾ എന്നുള്ള വാക്ക് തന്നെ പ്രയോഗിക്കാൻ കഴിയുമോ എന്നറിയില്ല. കൂടെയുള്ളവരെ കുത്തിക്കൊല്ലുക, തച്ചുടയ്ക്കുക, ദ്രോഹിക്കുക, അല്ലെങ്കിൽ അങ്ങേയറ്റം നരകിച്ചുള്ള മരണത്തിലേക്ക് തള്ളിവിടുക. 1, 2, 3, 4 കേസുകളല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ കുറ്റവാളികളായി മാറുന്ന ഒരു പ്രവണത ഒരു സമൂഹത്തിന് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരെ തിരുത്താൻ കഴിയുക? ഈ ശാസന കൊണ്ട് മാത്രം എങ്ങനെയാണ് തിരുത്താൻ കഴിയുക? താമരശ്ശേരിയിൽ നടന്ന ഷഹബാസിൻ്റെ മരണം, കൊലപാതകം വളരെ വേദനാജനകവും നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതുമാണ്. അതിൽ തർക്കമില്ല. ആ കുടുംബത്തിൻ്റെ വേദനയോടും ദുഃഖത്തോടുമൊപ്പം നമ്മളുമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് അർഹമായ ശിക്ഷ വേണമെന്നുള്ളതിലും തർക്കമില്ല. പക്ഷേ ഈ അർഹമായ ശിക്ഷ, അവരർഹിക്കുന്ന ശിക്ഷ എന്താണ് എന്നതാണ് പ്രശ്നം. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് നിയമം, എന്താണ് നീതി, എന്താണ് കുറ്റം, എന്താണ് ശിക്ഷ. ഇതിനെക്കുറിച്ച് നമ്മൾ സമൂഹത്തിന് വലിയ അവബോധമില്ല എന്നതാണ് ഒരു പ്രധാന പ്രശ്നം. അതിൽ അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇവർക്കാർക്കും ഈ പറഞ്ഞ രീതിയിൽ എന്താണ് നിയമം, എന്താണ് നീതി, എന്താണ് കുറ്റം, എന്താണ് ശിക്ഷ എന്നതിൽ
ഒരു വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ഏതൊരു ക്രൈം നടക്കുമ്പോഴും നമ്മൾ വൈകാരികമായും ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രതികരിച്ചു പോകുന്നത്. പക്ഷേ ഈ കുട്ടികളായ തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്ക് പോലും, അതായത് തടവിലാകുന്ന ജയിൽ പുള്ളികൾക്ക് എല്ലാവർക്കും കൃത്യമായ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന തന്നെ വകവെച്ച് നൽകുന്നത്. അത് ഒരു ഇന്ത്യൻ ഭരണഘടന മാത്രം പ്രത്യേകതയല്ല. നമുക്കറിയാം 1992 ഐക്യരാഷ്ട്ര സഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഉടമ്പടിയിൽ 196 രാജ്യങ്ങളാണ് ഒപ്പുവെച്ചത്. അതിലൊന്നാണ് ഇന്ത്യ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ബാലനീതി നിയമങ്ങൾ പല രാജ്യങ്ങളും നടപ്പാക്കുന്നത്. അപ്പോൾ ഇന്ത്യയും അത്തരമൊരു നിയമം 2015 നടപ്പാക്കുന്നത്. ആ നിയമമനുസരിച്ച് ആ നിയമത്തിൻ്റെ പല വകുപ്പുകളെക്കുറിച്ചും നമുക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. കാരണം ഈ പറയുന്നത് പോലെ വളരെ ഹെയ്നസ് ആയിട്ടുള്ള ക്രൂരമായൊരു കൃത്യം ചെയ്ത കുട്ടിയെ എങ്ങനെ ശിക്ഷിക്കണം, എങ്ങനെ എന്ത് തരം നടപടികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തടവുകാർക്ക്, അത് കുട്ടികളായാലും മുതിർന്നവരായാലും, അവർക്ക് 8 തരം അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളൊന്ന് ജയിലറകളിൽ അല്ലെങ്കിൽ അവരെവിടെയാണോ അവരെ പാർപ്പിച്ചിരിക്കുന്നത് അവിടെ മാനുഷികമായ പരിചരണം കിട്ടണം അവർക്ക്. രണ്ടാമത് നിയമപരമായ സഹായം, അവർക്ക് വക്കീലിനെ ഏർപ്പെടുത്താനുള്ള സഹായം, അവർക്ക് ഫെയർ ട്രയൽ, അതായത് ന്യായമായ വിചാരണ നേരിടാനുള്ള അവകാശം, അതുപോലെ ഹെൽത്ത് കെയർ, അവരുടെ ആരോഗ്യ പരിരക്ഷണത്തിനുള്ള അവകാശം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, കുടുംബക്കാരുമായും സുഹൃത്തുക്കളുമായിട്ടും കത്ത് മുഖേന അല്ലെങ്കിൽ ജയിൽ സന്ദർശനത്തിലൂടെയൊക്കെ ബന്ധപ്പെടാനും ആശയവിനിമയം നടത്താനുമുള്ള അവകാശം, അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതാണ് ശ്രദ്ധ. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരെ സമൂഹത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വ്യക്തിയാക്കി, ഒരു പൗരനാക്കി മാറ്റുന്നതിനുള്ള അവകാശം ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൈവസി, അവരുടെ പ്രൈവസി. നമ്മൾ ഈ ബാലനീതി നിയമവും പോക്സോ ആക്റ്റും ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രത്യേക കാരണം മാധ്യമപ്രവർത്തകർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അവരുടെ ഐഡൻറ്റിറ്റിയെ പറ്റി സൂചന നൽകുന്ന ഒരു ഇൻഫർമേഷൻ പോലും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് നമുക്കറിയാം. അതുപോലെ റിലീജൻ, ഏത് തടവ് പുള്ളിക്കും അവൻ്റെ റിലീജൻ അനുസരിച്ച് ജയിലിൽ കഴിയാവും. അതുപോലെ അടുത്ത അവകാശം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുനരധിവാസത്തിനും സമൂഹത്തിൽ വീണ്ടും പഴയ പോലെ സമൂഹത്തിൽ ഇഴുകിച്ചേരാനുമുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവകാശത്തിൻ്റെ പ്രധാന സംഭവം ആണ് ആദ്യം പറഞ്ഞ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈ പറയുന്ന നമ്മുടെ താമരശ്ശേരി കേസിലെ അവരെ പ്രതികളെന്ന് പറയാൻ പാടില്ല, അവരെ നിയമവുമായി സംഘർഷത്തിലായ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് പറയുക. അപ്പോൾ താമരശ്ശേരിയിലെ കേസിൽ നിയമവുമായി സംഘർഷത്തിലായ ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കാമോ എന്നതാണ് ചോദ്യം. പരീക്ഷ എഴുതിക്കാനുള്ള അവകാശം ഇവർക്ക് നിയമം നൽകുന്നതാണ്, നമ്മുടെ ഭരണഘടന നൽകുന്നത്. കാരണം ഇവർ 18 വയസ്സിലുള്ള കുട്ടികളുടെ മറ്റുതരം മാനസികാവസ്ഥകളെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടതും ഗവേഷണങ്ങൾ നടത്തേണ്ടതും. പക്ഷേ നിലവിലുള്ള നിയമം അനുസരിച്ച് അവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു. അതെ, ശ്രീ പി ടി മോഹൻ അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഈ കുട്ടി ഇപ്പോൾ നമ്മൾ ഈ പെരുകുന്ന കുറ്റകൃത്യങ്ങൾ കുറിച്ച് സഭ പോലും ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇത്രേ സംഭവിക്കുന്നുള്ളൂ, ഇങ്ങനെ ജാമ്യത്തിൽ പോകാം. ഈ തൃപ്പൂണിത്തുറയിൽ റാഗിങ് കാരണം ആത്മഹത്യ ചെയ്ത ഒരു കുട്ടി, ഒരു കുറ്റബോധം പോലും ഇല്ലാതെ ആ കൂട്ടുകാർ ഇൻസ്റ്റാഗ്രാം ചാറ്റൊക്കെ പുറത്തു വന്ന സാഹചര്യമുണ്ട്. ഈ പ്രതിഷേധമെങ്കിലും ഉണ്ടാകുമ്പോൾ ഇതിൽ വലുതെന്തൊക്കെയോ കിട്ടും എന്ന പേടി പോലും ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത്രേ സംഭവിക്കുകയുള്ളൂ. പരീക്ഷ എഴുതാം, ജാമ്യം കിട്ടാം, പുറത്തു വരാം, മുഖം പോലും പുറത്ത് പോകുന്നില്ല. ഇത്രയ്ക്കും ഉറപ്പ് നൽകുമ്പോൾ പഴയ കാലമല്ല. എങ്ങനെയാണ് പേടിപ്പിച്ച് നിർത്താൻ കഴിയും? ഇത് അതുപോലും ഇല്ലെങ്കിൽ ഇതെങ്ങനെ ഇവരെ തിരുത്തി നന്നാക്കാൻ കഴിയും? ആ കാലഘട്ടം കൈവിട്ടു പോയില്ലേ? പക്ഷേ ആ കാലം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇത് വൈകാരികമായിട്ടല്ല നിയമപരമായിട്ടാണ് കാണേണ്ടതെന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം ഇതിനെ നമ്മളൊന്ന് മനഃശാസ്ത്രപരമായിട്ട് കൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ കുട്ടികളുടെ മനസ്സ് എന്തുകൊണ്ട് ഈ തരത്തിലായി? അപർണ പറയുന്നതും പൊതുസമൂഹത്തിൻ്റെ ചിന്താഗതിയും ഒക്കെ തന്നെ വരുന്നത് ഈ കുട്ടികൾ ഒട്ടും കുറ്റബോധമില്ലാതെ ആണ് പെരുമാറുന്നത്. അപ്പോൾ ഈ നെടുമങ്ങാട് നടന്ന അഫാൻ്റെ കേസിൽ പോലും അദ്ദേഹം 3 കൊലപാതകങ്ങൾ നടത്തിയതിന് ശേഷം മദ്യപിച്ച് ഇടവേളയെടുത്ത് വീണ്ടും കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് അതിനിടയിൽ ഒരിക്കൽ പോലും കുറ്റബോധം തോന്നുന്നില്ല, പശ്ചാത്താപം തോന്നുന്നില്ല, ഒരു മനസ്താപം തോന്നുന്നില്ല. ഈ കേസിൽ തന്നെ ഈ കുട്ടികൾ ഈ ഷഹബാസിനെ അതിക്രൂരമായി മർദ്ദിച്ച് മരണത്തിൻ്റെ വക്കിലെത്തിച്ചിട്ടും അവർ പിന്നീട് ഇൻസ്റ്റയിൽ നടത്തുന്ന ചാറ്റുകളിൽ പോലും ആ ക്രൂരകൃത്യത്തെ അയവിറക്കുകയും അതിൽ ആനന്ദിക്കുകയുമാണ് ചെയ്തത്. ഈ മാനസികാവസ്ഥയെക്കുറിച്ച് ഉള്ള പഠനമാണ് ശരിയായ രീതിയിൽ നടത്തുന്നത്. അല്ലാതെ ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അധ്യാപകർ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തും,
രക്ഷിതാക്കൾ അധ്യാപകരെ കുറ്റപ്പെടും. അധ്യാപകർ പറയും രക്ഷിതാക്കളാണ് കുട്ടികളെ നല്ല നിലയിൽ വളർത്തു ദോഷമാണെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ കൂടെയല്ലേ കുട്ടികൾ കൂടുതൽ നേരം കഴിയുമ്പോൾ നിങ്ങൾ നന്നാക്കി എടുക്കേണ്ട അധ്യാപകർ ചോദിക്കും. അധ്യാപകരുടെ കയ്യിൽ ചൂരലേൽപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം അധ്യാപകരുമുണ്ട്, രക്ഷിതാക്കളുമുണ്ട്. ചില അധ്യാപകർ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, എനിക്കത് മനസ്സിലായി. നമുക്ക് ആ ഒരു സൊല്യൂഷനിലേക്ക് കുറച്ചും കൂടെ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിട്ട് എത്താം എന്ന് തോന്നുന്നു. പരീക്ഷ എഴുതിക്കണോ ഈ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അതിലേക്ക് തിരികെ എത്താം. ശ്രീ മുഹമ്മദ് സാദിഖ്, KSUവിന്റെ നേതാവ് ശ്രീ VT സൂരജ് നമുക്കൊപ്പമുണ്ട്. വൈകാരികമായിട്ട് പ്രതികരിക്കാൻ രാഷ്ട്രീയ സംഘടനകൾക്ക് കഴിയുന്നത് എങ്ങനെയാണ്? ഈ നിയമം ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ജാമ്യം കൊടുക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുക, പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുക, ഇങ്ങനെ ഞങ്ങൾ കുറെ പ്രതിഷേധം നടത്തുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് ഇത്രയേറെ ക്രിമിനലുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ, ഒളിച്ചു കഴിയുന്നുണ്ടെങ്കിൽ, അവർ പുറത്തു വരുന്നുണ്ടെങ്കിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളൊന്നും അറിയാതെയാണോ ഈ കേരളത്തിലുള്ള ഈ സ്കൂളുകളിലും കലാലയങ്ങളിലും ഒക്കെ ഇത്രയധികം ക്രിമിനലുകൾ ഉണ്ടാകുന്നത്? എന്ത് ചെയ്യുകയാണ് താങ്കളടക്കമുള്ള KSU അടക്കമുള്ള SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഈ നാട്ടിൽ എന്ന് ചോദിക്കേണ്ടതായി വരുന്നു. അപ്പൊ അതിന് ഉത്തരം പറഞ്ഞിട്ട് വേണ്ടേ ഈ തരത്തിലുള്ള പ്രക്ഷോഭ പ്രകടനത പരതയൊക്കെ കാണിക്കാൻ? ഒന്ന് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വിദ്യാർത്ഥി സംഘടനകളിലേക്ക് കുട്ടികൾ പ്രവർത്തിക്കുന്ന സമയത്ത് രാഷ്ട്രീയം ഒരു മഹാ അപരാധമായി പൊതുസമൂഹമോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു ബോധമുണ്ടാക്കാൻ ശ്രമിച്ചത് ഇത്തരത്തിലുള്ള പ്രവണതകളുടെ ആവർത്തിക്കപ്പെടാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകളുടെ സംഭവിക്കാൻ കാരണമായിട്ടുണ്ട്. ഇന്ന് നടന്ന പ്രതികരണം എന്ന് പറയുന്നത് താമരശ്ശേരിയിൽ ഒരു കൊലപാതകം നടന്നു. ഒപ്പം ഇരുന്ന് പരീക്ഷ എഴുതേണ്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് അതേ പ്രായമുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. സ്വാഭാവികമായിട്ടും ഷഹബാസ് കൊല ചെയ്യപ്പെട്ടു. ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല. ആ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാത്തടത്ത് അവനെ കൊല ചെയ്ത ആളുകൾ ആ കൈകളിലെ ചോരക്കറ മാറും മുമ്പേ, അതിൽ ചോരയുടെ മണം മാറും മുമ്പേ പരീക്ഷ എഴുതാൻ കടന്നു പോവുകയാണ്. സ്വാഭാവികമായും ഈ നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ സർക്കാർ സംവിധാനം അവർക്ക് പരീക്ഷ എഴുതാൻ എല്ലാ സൗകര്യവും ഒരുക്കുന്നതിലൂടെ ഈ സർക്കാർ സംവിധാനവും ബന്ധപ്പെട്ട അധികാരികളും എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത്? ഇത് ഒരു സംഘർഷത്തിനിടയിൽ യാദൃശ്ചികമായി സംഭവിച്ച ഒരു കൊലപാതകമല്ല. വളരെ ആസൂത്രിതമായി സമയമെടുത്ത് അവനെ കൊല്ലണം, കൂട്ടത്തിൽ തല്ലിനിടക്കി കൊന്നാൽ കേസ് ഉണ്ടാവില്ല, പെട്ടെന്ന് ഊരിപ്പോരാം, അതിനുശേഷം കൊന്നതിന് ശേഷം അവനെ ഞാൻ മുഖത്തിടിച്ചു എന്നൊക്കെ ഒട്ടിഘോഷിച്ച ഈ കൗമാരക്കാരായ ക്രിമിനലുകളുണ്ടല്ലോ, അവരെ ഈ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, ഈ രീതിയിൽ എക്സാം അനുവദിക്കുകയാണെങ്കിൽ എന്ത് സന്ദേശമാണ് ഗവൺമെന്റ് സംവിധാനങ്ങൾ പൊതുസമൂഹത്തിന് നൽകുന്നത്? ഞങ്ങൾക്ക് എന്തുമാവാം, അത് കഴിഞ്ഞ് ഇവിടെ എക്സാം എഴുതാനുള്ള സൗകര്യമുണ്ട്, പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ആ രീതിയിലാണെങ്കിൽ എങ്ങനെയാണ് ഇതൊരു ജാമ്യം നൽകുന്നതും ഈ പരീക്ഷ എഴുതിക്കുന്നതൊക്കെ നീതിന്യായ വകുപ്പിന്റെ ഭാഗമല്ലേ? ഇതൊരു സർക്കാർക്ക് ഇരുന്ന് തീരുമാനിക്കുന്ന കാര്യമാണോ? KSUവിന് ഇതൊക്കെ അറിയാത്ത വിഷയമാണോ? അങ്ങനെ അവകാശങ്ങൾ നിഷേധിക്കാൻ കഴിയുമോ? കൊടും കുറ്റവാളികൾക്ക്, കൊടും കൊലകൾ മനഃപൂർവ്വം നടത്തിയവർക്ക് പോലും ഈ അവകാശപ്പെടുന്ന കാര്യങ്ങളില്ലേ? അതെങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഒന്ന്, കേരളത്തിന്റെ നിലവിലുള്ള ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്യാങ് വാറുകളും ലഹരി ഉപയോഗവും വർദ്ധിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്ത് പിന്നെ ഒരു കോപ്പി അടിച്ചാൽ 3 വർഷം ഡീബാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ക്രൂരമായ ഒരു കൊല ചെയ്യപ്പെട്ടിട്ട് ഒന്ന് മാറ്റി നിർത്താൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ നാടിനെ നന്നാക്കിയെടുക്കാൻ സാധിക്കുക? ഞങ്ങൾക്ക് ഇവിടെ എന്തും ചെയ്യാം, അതിനുശേഷം വന്ന് എക്സാം എഴുതാം, പഠിക്കാം, മുന്നോട്ട് പോകും. അതൊന്നും മാറ്റി നിർത്തുന്ന രീതിയിൽ പോലും അല്ല. അതാണ് ഞാൻ ആ വരി അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്. കോപ്പി അടിച്ച ഒരാളെ ഡീബാർ ചെയ്യുന്നത് അത് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്ക്രിപ്ഷനാണ്, അല്ലെങ്കിൽ ഇതൊരു കലാലയത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ഇതല്ല, ഇത് അതിലും വലിയ കുറ്റമാണ്. അങ്ങനെ വലിയ കുറ്റം വരുമ്പോൾ ഈ പരോള് പോലും നൽകുന്നതിന്റെ ഒരു വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ഒരേ ഗണത്തിലാണോ വിദ്യാർത്ഥി സംഘടനകൾ കാണുന്നത്? ആ തരത്തിലാണോ പ്രതികരിക്കേണ്ടത്? അതാണോ ഇതിന്റെ കാതലായിട്ടുള്ള റൂട്ട്? അതാണോ? ഒന്ന്, ഈ രീതിയിലാണ് പിന്നെ നമ്മുടെ സിസ്റ്റം ഒരു മെസ്സേജ് കൊടുക്കുന്നതെങ്കിൽ ഈ നാട് വലിയ പ്രത്യാഘാതത്തിലേക്ക് മുന്നോട്ട് പോകും. ഞങ്ങൾക്കതാണ് ഒന്നാമത് പറഞ്ഞു വെക്കാനുള്ളത്. നമുക്കറിയാം, ഡൽഹി ഹൈക്കോടതിയുടെ പിന്നെ നിർഭയ കേസിലെ ഉത്തരവാണെന്ന് വിധിന്യായത്തിലാണ് പറയുന്നതെന്ന് തോന്നുന്നു. 14 വയസ്സിന് മുകളിലോട്ടുള്ള ക്രിമിനലുകളുടെ കാര്യങ്ങൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പരിശോധിക്കപ്പെടേണ്ടതല്ല, അത് മുതിർന്ന ആളുകളെ കൂടെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് കോടതികൾ പോലും പറഞ്ഞു വെക്കുന്ന ഒരു ഘട്ടം ഈ നാട്ടിലുണ്ട്. അതൊക്കെ അതെന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ വന്ന മാനസികാവസ്ഥയിൽ വന്ന മാറ്റങ്ങളാണ്,
സാമൂഹ്യ സാഹചര്യത്തിൽ വന്ന മാറ്റങ്ങളാണ് കോടതികളെ കൊണ്ടുപോലും ഇത് പറയിപ്പിക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇത് സമൂഹത്തിന്റെ ആകെ വലിയ ഇടപെടൽ നടത്തേണ്ട, സർക്കാർ സംവിധാനങ്ങളുടെ വലിയ ഇടപെടൽ നടത്തേണ്ട ഒരു ഘട്ടമാണ്. ആ തരത്തിലുള്ള ഇടപെടലാണ് ഈ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കാരണമോ. പക്ഷെ ഇന്ന് എക്സാം എഴുതിക്കാൻ അനുവദിക്കുന്നതിലൂടെ അതേ സ്കൂളിൽ വെച്ചാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതാൻ ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്. അവിടെ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ കോഴിക്കോട് നഗരത്തിലെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നു. അവിടെയും പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് ജുവനൈൽ ഹോമിലേക്ക് ഈ കുട്ടികളെ എക്സാം എഴുതിക്കുന്നു. ഇങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. എന്തിനാണ് താമരശ്ശേരിയിൽ തന്നെ ഇത് എക്സാം എഴുതാൻ ഈ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് പറയുന്നത്? ഇതിനുള്ളിലെ ഈ പ്രതികളായ ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ കുട്ടികൾ എവിടെ നിന്നാണ് ഇത് പഠിക്കുന്നത്? ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് നഞ്ചുൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ ആയുധം അവിടെ എത്തുന്നത്? കുട്ടി കൊണ്ടുവന്നതാണോ? അല്ല, കുട്ടി കൊണ്ടുവരുന്നതല്ല. ഇത് കൊണ്ടുവരുന്നത് ആ വീട്ടിലെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുമായിട്ട് ഉച്ചബന്ധമുള്ള കുട്ടിയുടെ പിതാവാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് കണ്ടാണ് ഈ കുട്ടികൾ വളരുന്നത്. നമുക്കറിയാം, നമ്മുടെ പേരന്റിങ്ങിലടക്കം ടീച്ചിങ്ങിലടക്കം കൃത്യമായ മാറ്റങ്ങൾക്കും പഠനങ്ങൾക്കും വിധേയമാകേണ്ട ഒരു ഘട്ടമാണ്. ഇവിടെ കൃത്യമായ പ്രോപ്പറായിട്ട് ടീച്ചിങ്ങോ പാരന്റിങ്ങോ നടക്കാത്തതും ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള കാരണമാവുന്നുണ്ട്. അതിന് ഇവിടെ ഈ പാരന്റിംഗ് ആയാലും ടീച്ചിങ് ആയാലും ഒക്കെ കൃത്യമായ ട്രെയിനിങ് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവർക്ക് നൽകാൻ സാധിക്കണം. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. ശരി, ഞാൻ തിരികെ എത്താം സൂരജ്. അസീലിലേക്ക് കൂടെ പോയ ശേഷം, അസീൽ, കഴിഞ്ഞ തവണ നമ്മൾ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ തിരുത്തേണ്ടത് ഈ ജനറേഷനാണ്, നിങ്ങൾക്ക് മുമ്പുള്ള ജനറേഷനാണെന്ന് പറയുന്നിടത്ത് തിരുത്താൻ പോലും കഴിയാത്ത രീതിയിലുള്ള അക്രമങ്ങളുടെ ഒരു പട്ടിക നടക്കുമ്പോൾ എന്ത് ശിക്ഷയാണ് ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കേണ്ടത്? പരീക്ഷ എഴുതിക്കുമ്പോൾ അതിലൊരു മാതൃകാപരമല്ലാത്തൊരു സന്ദേശം പുറത്തേക്കുണ്ടോ? അവിടെ ഒരു അനുഭാവമാണോ കാണിക്കേണ്ടത്, അതോ മാറ്റി നിർത്തലാണോ കാണിക്കേണ്ടത്, തിരുത്തലാണ് വേണ്ടത് എന്ന് തന്നെയാണോ അസീലും പറയുന്നത്? അല്ല, അത് ഓരോ സ്പെസിഫിക് കേസുകളിലേക്ക് വരുമ്പോഴും സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള മാറ്റങ്ങളുണ്ട്. ഇവിടെ എക്കോ വരുന്നുണ്ട്. എനിവേ, എന്ത് തന്നെ ആയാലും ഓരോ കേസുകളിലേക്ക് വരുമ്പോഴും ഈ കേസ് എന്ന് പറയുന്നത് കുറെ കൂടെ മാനസികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് പോലും, മാനസികമായിട്ടുള്ള അവകാശങ്ങൾക്ക് പോലും ഒരു സ്പേസ് പോലും കൊടുക്കാതെ ഒരു കുട്ടിയെ അടിച്ചു കൊന്നിട്ടുള്ള ഒരു കേസാണ്. സ്വാഭാവികമായിട്ടും അവിടെ മാനസികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും, വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അതിനെ നമ്മൾ മാനിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എനിക്ക് കിട്ടുന്ന മെസ്സേജുകൾ മുഴുവൻ എന്ന് പറയുന്നത് ആ കുട്ടിയെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. ആ മെസ്സേജുകളെല്ലാം വരുന്നത് എൻ്റെ ജനറേഷനിൽ തന്നെ പെട്ട കുട്ടികളിൽ നിന്നാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ സമൂഹത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഒരു 90s വേഴ്സസ് 2K കിഡ്സ് ഫൈറ്റാണ്. ഇവിടെ ഒരിക്കലും റിസൾട്ടിലേക്കല്ല പോകുന്നത്. അപ്പം ഈ ആളുകൾ മുഴുവൻ ബ്ലെയിം ചെയ്യുന്ന ഒരു ജനറേഷനെയാണ്. ആ സമയത്താണ് ഈ ജനറേഷനിൽപ്പെട്ട കുറച്ച് കുട്ടികൾ പരീക്ഷ എഴുതാൻ കൂടി, കുറച്ച് ക്രിമിനലുകൾ പരീക്ഷ എഴുതാൻ കൂടി പോകുന്നത്. ആ സമയത്ത് ഇവിടെ കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വരുന്നത് ഒരു ജനറേഷൻ മൊത്തത്തിലാണ്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം കുറെ കൂടെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അതിൽ നമ്മൾ പ്രതികരിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് സത്യം പറഞ്ഞ കാര്യമില്ല. പ്രതികരിച്ച് പോകുന്നതാണ്. ഇത്തരത്തിലുള്ള ഹീനിയസ് ആയിട്ടുള്ള ആക്ടുകൾ നടക്കുമ്പോഴും അതിനെതിരെ ആക്ഷനുകൾ നടക്കാതെ ഇവിടെ വെറും ബ്ലെയിമിങ് മാത്രം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ യുവതലമുറ പോലും പ്രതികരിച്ചു പോകുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു നെറ്റ് റിസൾട്ടിലേക്ക് ഇപ്പോഴും എത്താൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൂടിയാണ് സത്യം പറഞ്ഞാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. നമുക്കിവിടെ പ്രൊഡക്റ്റീവായിട്ട് ഇവിടെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സമൂഹത്തിനകത്ത് ഇത്തരത്തിലുള്ള ആക്ടുകൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷറുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നും ബ്ലെയിമിംഗ് ആണ്. എല്ലാ ചർച്ചകളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നു, കുറ്റപ്പെടുത്തലും മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമൂഹം എന്നുള്ള നിലക്ക് അവിടെ നിന്ന് സ്വാഭാവികമായിട്ടുള്ള ജനങ്ങളുടെ അടുത്ത് ഒരു വികാരം ഉണ്ടാവും. ആ വികാരമാണ് ഇവിടെ പുറത്തു വന്നിട്ടുള്ളത്. അത് വരാതിരിക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് മെഷേഴ്സ് എടുക്കണമായിരുന്നു. ഇവിടെ ഓരോ കുട്ടികൾ ഇപ്പം ഒരു വയലൻസ് കേസ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഇപ്പം ഈ താമരശ്ശേരിയിലെ കേസിൽ തന്നെ ഈ ക്രൈം ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവർ റിപ്പീറ്റഡ് ആണ് ആ വയലൻസ്. അവർ ഇതിന്റെ മുൻപ് 8ാം ക്ലാസ്സിലോ 9ിലോ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വയലൻസ് നടന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് ആ വയലൻസ് നടന്നിരുന്ന സമയത്ത് ഇവിടെയുള്ള അതോറിറ്റികൾ, ഇവിടെയുള്ള അധികാരികൾ ഈ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള, ഈ ക്രിമിനലുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് അവരെ കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, അവരുടെ പ്രശ്നങ്ങൾ അന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഒന്ന് അവരെ രക്ഷപ്പെടുത്താമായിരുന്നു. രണ്ടാമത്തത് ഈ കൊലപാതകം തന്നെ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്ത എല്ലാ ക്രൈമുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഭൂരിഭാഗം കേസുകളും റിപ്പീറ്റഡ് ആണ്. എന്നിട്ട് പോലും നമുക്ക് അതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടുള്ള കുറെ കൂടെ
ഇങ്ങനെ ഫ്രസ്ട്രേഷൻ വരുന്നതുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ഇതുകൊണ്ട് നമുക്ക് നാളുകളിൽ ഇത്തരത്തിലുള്ള ആക്ഷനുകൾ കുറക്കാൻ പറ്റുമെന്ന് ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കടുത്ത നടപടി എന്നാണോ? അതായത് ഈ പരീക്ഷ എഴുതിപ്പിക്കണം, നമുക്ക് ആ നിയമത്തിന്റെ അപ്പുറത്തേക്ക് ഇതൊന്നും കടക്കാൻ കഴിയില്ല. അങ്ങനെ കടുത്ത നടപടി വേണം, അത് സ്കൂൾ തലത്തിൽ പോലും അത്രയും കടുത്ത നടപടികൾ വേണം, ഇത്തരം ചില നിയന്ത്രണങ്ങളൊക്കെ കടുപ്പിക്കണം എന്നുള്ളത് കൂടെ ചേർത്തിട്ടാണോ ഈ ആക്ഷൻ എന്ന് ഉദ്ദേശിച്ചത്? ഒരിക്കലുമല്ല. നമ്മൾ ഈ കടുത്ത നടപടികളിലേക്ക് പോവേണ്ടി വരുന്നത് എപ്പോഴാണ്? ഇവർ കടുത്ത ക്രൈമുകൾ ചെയ്യുമ്പോഴാണ്. ഈ ക്രൈമുകളുടെ ഒന്നും ആദ്യത്തെ ഘട്ടം ഇത്ര സിവിയർ അല്ല. ഇവർ 8ാം ക്ലാസ്സിൽ അടി ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ, അത് ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണ്. അന്ന് ഇതൊരു ചെറിയ പ്രശ്നം എന്നുള്ള നിലക്ക് ഒഴിവാക്കുന്നതിന് പകരം സ്വാഭാവികമായിട്ടും ഒരാളുടെ മേല് വേദനയാക്കുന്നതും ഗ്യാങ് വാർ നടത്തുന്നതും കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അന്ന് ഇവരെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുമായിട്ട് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇവരുടെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ, പിന്നെ നടക്കുന്ന ആക്ഷനുകളെല്ലാം നമുക്ക് ഇല്ലാതാക്കാമായിരുന്നു. ഈ പറയുന്ന കടുത്ത നടപടികളും നമുക്ക് ആ ഘട്ടത്തിൽ ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ അത് ചെയ്യുന്നില്ല, നമ്മൾ ഇപ്പോഴും അത് ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 90കൾ ജനിച്ചവരെന്തോ മികച്ചവരാണ്, 2000-ൽ ജനിച്ചവരെന്തോ മോശക്കാരാണെന്നുള്ള ബ്ലെയിമും ഡിബേറ്റുമാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വീണ്ടും വീണ്ടും ഈ ഇത്തരത്തിലുള്ള ആക്ഷനുകൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇതിനെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്ന എന്താണ്, ഈ 2000-ൽ ജനിച്ച കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതാണല്ലോ. ഒരുത്തന്റെ കണ്ണിടിച്ച് പൊട്ടിച്ചു, ഞാൻ അവനെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കുമെന്ന് പറയുന്ന വികാരമുള്ള ഒരുത്തന്റെ അടുത്ത് നമ്മൾ ഈ കുറ്റപ്പെടുത്തലുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത്ര ബ്ലെയിം കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇവിടെ ഈ ബ്ലെയിമിന് ഇരയാവുന്നത് ആരാണ്? ഒരു ജനറേഷൻ മൊത്തത്തിൽ മോശമാണെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഇരയാവുന്നത് ആരാണ്? ഒന്ന് മുടി നീട്ടിപ്പോയവൻ, ഒന്ന് കണ്ണൊന്ന് ചുവപ്പിച്ചു കണ്ണൊന്ന് ചുവന്നു പോയവൻ, അത്തരത്തിലുള്ള കുട്ടികൾ മാത്രമേ ഇവിടെ ഇരയാവുന്നുള്ളൂ. നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ മാത്രമേ ഇരയാവുന്നുള്ളൂ. ഓൾറെഡി കേരളത്തിലുള്ള കുട്ടികളുടെ വലിയൊരു ശതമാനം ആളുകളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ ആളുകൾ സ്വന്തം വീട്ടിൽ പോലും ഇല്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഇത്രയും പാനിക് സൃഷ്ടിക്കുമ്പോൾ, അവിടെ നമ്മൾ ഇത്രയും ഭയം സൃഷ്ടിക്കപ്പെടുമ്പം ആ കുട്ടികൾക്ക് ഉള്ള സ്ഥലം കൂടി ഇല്ലാതാവുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഈ കടുത്ത നടപടികളിലേക്കൊക്കെ പോവേണ്ടി വരുന്നത് നമ്മൾ ഇതിൽ എടുക്കേണ്ടതായിട്ടുള്ള ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ പോലും എടുക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടി വരില്ലായിരുന്നു. ഓക്കെ, റൈറ്റ്, ശരി. അസിൽ, അതിൽ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കാം. റിട്ടയർഡ് SP കൂടിയായ ശ്രീ സക്കറിയ ജോർജ് കൂടി നമുക്കൊപ്പം ചേരുന്നു. എന്ത് തരം ശിക്ഷ ഈ പുതിയ തലമുറയിൽ ഈ കുറ്റകൃത്യങ്ങൾ കൂടുമ്പോൾ ചെയ്യണമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിൽ തിരുത്തേണ്ടത് എവിടെയാണ്? ഒരുപക്ഷെ തുടക്കത്തിലെ ഇത് മോണിറ്റർ ചെയ്യണം, തുടക്കത്തിലെ മോണിറ്റർ ചെയ്ത് ഇത് തിരുത്തണം. ഇപ്പൊ 8ാം ക്ലാസ്സിൽ ഗ്യാങ് വാർ ഉണ്ടാകുമ്പോൾ അത് തിരുത്തുന്നില്ല എങ്കിൽ 10ാം ക്ലാസ്സിൽ അത് കൊലപാതകത്തിലെത്തുന്നു. ഈ കൊലപാതകം കണ്ണടിച്ചു പൊട്ടിച്ചു, അതിലൊരു കുറ്റബോധവും ഇല്ലാത്ത ഒരുത്തനെ കൊണ്ടുപോയി ജുവനൈൽ ജസ്റ്റിസ് ഹോമിലിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് ഒരാളെ തിരുത്താനാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏത് തരത്തിലാണ് നിയമ നടപടിക്രമങ്ങൾ ശക്തമാകേണ്ടത്? ഇത് എവിടെയോ പിഴയ്ക്കുന്നുണ്ട്, ആർക്കോ പിഴയ്ക്കുന്നുണ്ട് ഇതിനകത്ത്. ഇന്ന് ഈ സംഭവത്തില് കുറ്റകൃത്യം IPCയുടെ 302 ഇപ്പോഴത്തെ BNSS അതിന്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ആ സെക്ഷനുമാണ്, ഇന്നത്തെ റിലവൻറ്റ് സെക്ഷനുമാണ് ഇന്നിപ്പോൾ ഇതിന് ബാധകമാകുന്നത്. നമുക്കറിയാം, കൊല ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ, വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അപ്പം നേരത്തെ അവിടെ ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പറയുന്നു. അതൊക്കെ തീർച്ചയായിട്ടും സ്കൂൾ മാനേജ്മെൻറ്റേയും PTA-യുടെയും പേരൻസിൻ്റെയും ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്നുള്ളതിനകത്ത് നമുക്ക് സംശയമില്ല. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ കുട്ടികൾക്ക് ആങ്കർ മാനേജ്മെൻറ്റ്, അവരുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ അവരിങ്ങനെ കൊല ചെയ്യുമ്പോൾ അത് കൊലപാതകം തന്നെയാണ്. അത് കുട്ടി ചെയ്താലും പ്രായമുള്ളവർ ചെയ്താലും കൊലപാതകം തന്നെയാണ്. അത് ആ പറയുന്ന IPC-യിലെ ഒഫൻസ് അല്ലെങ്കിൽ BNS-ലെ ഒഫൻസ് മാറുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വലിയ കാര്യം പ്രയർ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ടായിരുന്നു. അതായത് കോൺസ്പിറസി, ക്രിമിനൽ കോൺസ്പിറസി, ഗൂഢാലോചന. ആ പ്രയർ മീറ്റിംഗ്സ് ഓഫ് മൈൻഡാണ് ഈ മൊബൈൽ ഫോണിൽ കൂടി അങ്ങോട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തത്. അപ്പോൾ അവർക്ക് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതിനകത്ത് ഞാൻ കേട്ടു കൊന്നിരിക്കും എന്ന് പറയുന്നത്. ഇതൊക്കെ പഴയ രാഷ്ട്രീയ കൊലപാതകത്തിലാണ് ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുട്ടികളും അങ്ങനെ പോകുമ്പോൾ അവരും ആ അന്ന് കൊടുത്ത ശിക്ഷയ്ക്ക് തന്നെ അവർ അർഹരാണ്. ഒരു കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ അവകാശത്തിനേക്കാളും മേളിലല്ല കൊലയാളികളുടെ അവകാശം. അത് ആരോപണ വിധേയർ എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ പ്രതികൾ എന്നുള്ള ഒരു വാക്ക് പോലും നമുക്ക് പറയാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒരു വശത്ത് നിൽക്കുകയാണ്.
ഇതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നുകൂടിയാണോ? നമ്മൾ ഇവരെ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയണ്ട, ക്രിമിനലുകൾ തന്നെ പറയാമെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, ഇതിനകത്ത് പ്രായമുള്ള ഒരാള് ഇതിലെ ഒരു പ്രതിയുടെ അച്ഛനുണ്ട്. അപ്പൊ അയാൾ ഇതിനകത്തെ ഒരു മെച്ചുറായിട്ടുള്ള അയാൾ ഇതിനകത്ത് പ്രിൻസിപ്പൽ കോൺസ്പിറേറ്റർ ആകാനുള്ള സർവ്വസാധ്യതയുണ്ട്. അപ്പൊ കുട്ടികളെല്ലാം അതിനകത്ത് 34 പഴയ 34 IPC-യിലാണ് കുട്ടികൾ വരുന്നത്. അതായത് കുട്ടികൾ മാത്രം ഉണ്ടായ ഒരു ക്രിമിനൽ ആക്ട് അല്ല, ഇതിന്റെ പുറകിൽ വ്യത്യസ്തമായ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട്. അതിലാള് പിന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിനകത്തെ പ്രതി രജീഷുമായിട്ടുള്ള ഫോട്ടോയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിന് കുറേയൊക്കെ സംശയങ്ങൾ വരുന്നുണ്ട്. ഇവരെ തീർത്തും ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യരല്ല, ഇവർക്ക് എന്തൊക്കെയോ ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്. അല്ല, ശ്രീ സക്കറിയ ജോർജ്, അന്വേഷണം നടക്കണം. ഈ കൊട്ടേഷൻ ബന്ധമുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരണം. ഈ മുതിർന്ന ആൾക്കാർക്കും ആ തരത്തിലുള്ള യാതൊരു പരിഗണനയും കൊടുക്കണ്ട. പക്ഷേ 5 കുട്ടികൾ എന്ന് പറയുന്നത് അത് മറ്റൊരു ഗണമാണ്. അവർ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലുള്ള ഇപ്പോൾ ഉള്ള കുട്ടികൾ കൂടിയാണ്. അത് മറ്റൊന്നായിട്ടല്ലേ കാണുന്നത്? കോടതിയുടെ മുന്നിൽ പോലും ഇത് 2ആയിട്ടല്ലേ ഇത് പരിഗണിക്കപ്പെടുകയുള്ളൂ? 2ആയിട്ടല്ലേ ശിക്ഷാവിധികളും വരികയുള്ളൂ? അല്ല, ഒരിക്കലും അല്ല. പണ്ട് TP ചന്ദ്രശേഖർ വധക്കേസിനകത്ത് ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടായിരുന്നു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, പറഞ്ഞു, അദ്ദേഹം വക്കീലാണെന്നും പറയുന്നു. അദ്ദേഹം പറയുന്നു പിന്നീട് ക്രിമിനൽ കോൺസ്പിറസി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്രൈമിന്റെ ഇൻസെപ്പറബിൾ പാർട്ടാണ്. എന്തിനാണ് കോൺസ്പിറസി നടത്തുന്നത്? കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ കോൺസ്പിറസി എങ്ങോട്ട് മാറ്റി വെക്കും? കോൺസ്പിറസി പെട്ടവരും ഈ കേസിനകത്തെ പ്രതികളാണ്. അപ്പോൾ പ്രായമുള്ള പ്രതികളുമുണ്ട്, പിന്നെ പ്രായം കുറഞ്ഞ പ്രതികളുമുണ്ട്. പ്രായം കുറഞ്ഞ ആൾക്കാരെ ജുവനൈൽ കോടതി അത് അവരുടെ പ്രായത്തിന്റെ ഏജ് വെച്ച് 18 ഇയേഴ്സ് വരെയാണ് ചൈൽഡ് എന്നുള്ളത്. ആ ഡെഫിനേഷനിലുള്ള കാര്യങ്ങളാണ് ആ പ്രൊസീജിയർ പോകുന്നത്. പക്ഷെ കുറ്റം ചെയ്യുന്നത് കൊലപാതകമാണ്. അത് ആര് ചെയ്താലും കൊലപാതകം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന്, അത് തീർത്തും ചൈൽഡാണ്, തോക്കം കണ്ട് പൊട്ടി എന്നൊക്കെ പറയുന്നു. എന്തായാലും അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുക, അതിന് മെൻസറിയായില്ല, അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അതിനെ പറ്റിയത് ഒരു ആക്സിഡന്റൽ ഇൻസിഡന്റ് ആണത്. ഇത് തലേന്ന് ഇതിൽ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് പ്ലാനിങ് നടത്തി എവിടെ വെച്ച് കൊല്ലണം, എന്ത് ചെയ്യണം എന്നെല്ലാം തമ്മിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു ക്രൂരമായ ഒരു കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ളവരെ, ആരോപണ വിധേയരായിട്ടുള്ളവരെ, ഒരു മുതിർന്നവരാണെങ്കിൽ അത് ഏത് തരത്തിൽ കാണുമോ ആ തരത്തിൽ തന്നെ ഈ 5 കുട്ടികളെയും സമൂഹം കാണണം, ആ തരത്തിലാണ് കണക്കാക്കേണ്ടത് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ല, അവിടുത്തെ കോഴിക്കോട് റൂറൽ SP ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു ഇൻഡിക്കേഷൻ ഞാൻ ഒരു ചർച്ചയിൽ, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. അപ്പോൾ പോലീസ് ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ മെന്റ് ചെയ്ത് പറയുന്നതല്ല, ഉണ്ടാക്കി പറയുന്നതല്ല. ഞാൻ ഇത് വാച്ച് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പോലീസ് SP എന്ന് പറയുന്ന ഒരു ചെറിയ പോസ്റ്റ് അല്ല, ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. അവർ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിന് ആമ്പിൾ എവിഡൻസ് ഇല്ലാതെ അവരും പറയത്തില്ല. കാര്യം ഇതുപോലൊരു ഇമ്പോർട്ടൻ്റ് ആയ സെൻസേഷണൽ കേസിനകത്ത് അവർ വളരെ കരുതി അവർ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രായമുള്ളവരൂടെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ ഡൈമെൻഷൻ മാറുവാണ്. മറ്റേത് കുട്ടികളുടെ ഒരു കുട്ടികളിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യത്തിന് മാറിയിട്ട് പ്രായമുള്ള ഒരാളോട് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ക്രൈമിന്റെ ഡൈമെൻഷൻ മാറുവാണ്. അപ്പം പ്രായമുള്ളവരൂടെ ചെയ്യാനാണോ ഇത് ചെയ്യേണ്ടത്? അവർ കുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവരെ പ്രിവെന്റ് ചെയ്യുക ചെയ്യേണ്ടത്. പ്രിവെൻഷൻ ഓഫ് ക്രൈം സിറ്റിസണും ഉണ്ട്, എൽഡർ സിറ്റിസണും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ സുശീൽ മർമു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ് എന്ന സുപ്രീം കോടതി കേസിനകത്ത് പറയുന്നുണ്ട്, ഇൻ റെയറസ്റ്റ് ഓഫ് റെയർ കേസസ് വെൻ കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഈസ് സോ ഷോക്ക് ദാറ്റ് ഇറ്റ് വിൽ എക്സ്പെക്ട് ദ ഹോൾഡേഴ്സ് ഓഫ് ദ ജുഡീഷ്യൽ പവർ സെന്റർ ടു ഇൻഫ്ലിക്ട് ഡെത്ത് പെനാൽറ്റി irrespective of their personal opinion as regards disability or otherwise of retaining death penalty, death sentence can be awarded എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പം ഇതിനെ കളിത്തമാശ മാതിരി കുട്ടികളുടെ ഇഷ്യൂ ഒന്നും കോടതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സുപ്രീം കോടതിയുടെ വിധി ലോ ഓഫ് ദ ലാൻഡ് ആണ്, ഇത് സെറ്റിൽഡ് ജഡ്ജ്മെന്റ് ആണ്. ആർട്ടിക്കിൾ 141, 142, 144 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കീഴ്ക്കോടതികൾ അനുസരിക്കേണ്ടതാണ്. അവർക്ക് മാറ്റിയെന്നും എഴുതാൻ പറ്റത്തില്ല. സുപ്രീം കോടതിയുടെ വിധികള് ശിരസ വഹിക്കണം താഴെയുള്ള കോടതികൾ. അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ജഡ്ജ്മെന്റിൽ അവർക്ക് അവരുടെ പേഴ്സണൽ പെറ്റ് നോഷൻസ് ഒന്നും ആയിട്ട് പോകാൻ പറ്റത്തില്ല. ഈ രാജ്യത്തെ നിയമം നടപ്പാക്കുക എന്നുള്ളതാണ് താഴത്തെ കോടതി. സുപ്രീം കോടതി വിധികളില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇനി ഈ ജഡ്ജ്മെന്റിനകത്ത്
4ഉം 5ഉം വളരെ പ്രധാനമാണ്. വെൻ ദ ക്രൈം ഈസ് എനോർമസ് പ്രൊപ്പോർഷൻ, ഇത് എനോർമസ് പ്രൊപ്പോർഷൻ ആണ്. ഒരു മനുഷ്യനെ എടുത്തിട്ട് അടിച്ചിട്ട് വീടിൻ്റെ അവിടെ കൊണ്ട് വെച്ചേക്കുന്നു, അവിടെ കൊണ്ട് ഇറക്കി വെക്കുന്നു. എന്തിനാണ്? ഈ കുറ്റകൃത്യത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ളത്. അപ്പൊ അതേസമയം അവർക്ക് മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ദയവായി ഞാൻ എന്റെ ശബ്ദം അദ്ദേഹത്തിലേക്ക് എത്തുന്നില്ല എന്നാണ് തോന്നുന്നത്. പ്ലീസ് ശ്രീ PT മുഹമ്മദ് സാദിഖ്, അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? ഇത് ഇത്രയും ഗൂഢാലോചന ഇതിന്റെ പിറകിലുണ്ട്. അങ്ങനെയുള്ള ഒരു കുറ്റകൃത്യമാണെങ്കിൽ എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും അത് അങ്ങനെയാണെങ്കിൽ അത് നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. ഈ അകത്തുള്ളവർ, ഈ പരീക്ഷ എഴുതുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം ഈ നിമിഷത്തിൽ പോലും ഉണ്ടാകുന്ന തരത്തിലായിരിക്കുകയില്ല. ജനറലായിട്ട് പറയാൻ കഴിയുന്ന കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴും? ഇതാണ് പിന്നെ അപർണ, ഈ ബാലനീതി നിയമം ആവിഷ്കരിക്കാനുണ്ടായ ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അത് UN അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ചതിൻ്റെ ഭാഗമായാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ബാലനീതി നിയമം ആവിഷ്കരിക്കുമ്പോൾ കുട്ടികൾ കുറ്റം ചെയ്യുന്ന അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവരെ ഏത് രീതിയിൽ നിയമ നടപടികൾക്ക് വിധേയമാക്കണം, ഏത് രീതിയിൽ വിചാരണക്ക് വിധേയമാക്കണം എന്ന് തീരുമാനിക്കുന്നതിനാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ സ്വാഭാവികമായും എല്ലാ കുറ്റകൃത്യത്തിലും ഏർപ്പെടും. അവർ ബലാത്സംഗം ചെയ്യും, അവർ കൊലപാതകം നടത്തും, മോഷണം നടത്തും, ഗൂഢാലോചന ഉണ്ടാവും, ഭവനഭേദനം ഉണ്ടാവും, ഇങ്ങനെ സ്ത്രീകളെ അപമാനിക്കും, ഇങ്ങനെ എല്ലാ തരം കുറ്റകൃത്യങ്ങളും ഇവർ ചെയ്യും. പക്ഷെ ആ കുറ്റകൃത്യങ്ങൾ 18 വയസ്സിന് താഴെ, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങളും കുട്ടികളെ, ചൈൽഡിനെ നിർവചിക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ളതാണ്. ആകെ അബ്കാരി ആക്ടിൽ മാത്രമാണ് കുട്ടികൾക്ക് 23 വയസ്സ് വരെ പ്രായം നൽകിയിരിക്കുന്നത്. ബാക്കി എല്ലാ ആക്ടിലും 18 വയസ്സ് വരെയാണ് ഉള്ളവരെ കുട്ടികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഈ പറയുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്യും. നമ്മൾ IPCയിലും ഇപ്പം BNSലും പറയുന്ന എല്ലാ ക്രൈമും ഈ കുട്ടികളും ചെയ്യും. ആ കുട്ടികളെ ഏത് രീതിയിൽ വിചാരണ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ബാലനീതി നിയമം മാത്രം, ഞാൻ പറഞ്ഞു, ഭരണഘടന നൽകുന്നുണ്ട്, പ്രിസണേഴ്സ് ആക്ട് നൽകുന്നുണ്ട്, പ്രിസൺ മാനുവൽ നൽകുന്നുണ്ട്. ഇതിലൊക്കെ പറയുന്ന കുറേ അവകാശങ്ങളുണ്ട് ഇവർക്ക് നൽകുന്നത്. ആ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതും ഈ ഭരണകൂടത്തിൻ്റെയും കോടതികളുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന കുപ്രസിദ്ധനായ കുറ്റവാളിയാണ് ചാൾസ് ശോഭരാജ്. അദ്ദേഹം തിഹാർ ജയിലിൽ അധികൃതർക്കെതിരെ നൽകിയ കേസിലാണ് ആദ്യമായിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം, മാന്യമായി ജീവിക്കാനുള്ള അവകാശം തടവുകാർക്കും ബാധകമാണ് എന്ന രീതിയിലുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ, ഒരു നിയമവ്യാഖ്യാനം, ഭരണഘടനാ വ്യാഖ്യാനം സുപ്രീം കോടതി നടത്തുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നിയമത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ കൊണ്ടാണ്, നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഈ കുട്ടികൾ ആദ്യം ഹാജരാക്കിയപ്പോൾ അവർക്ക് ജാമ്യം നൽകുന്നുണ്ട്. അപ്പോൾ ആ ജാമ്യം നൽകുന്ന എന്തോ വലിയ കുറ്റകൃത്യമാണെന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ഇത്തരം ഹൈനസ് കുറ്റകൃത്യങ്ങളിൽ, അതായത് ബെയിലബിൾ ആണെങ്കിലും നോൺ ബെയിലബിൾ ആണെങ്കിലും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഈ കുറ്റകൃത്യം ചെയ്തതെങ്കിൽ അവരെ ജാമ്യത്തിൽ വിടണം. അവർ ആ ജുവനൈൽ പോലീസ് യൂണിറ്റിലെ ഓഫീസറാണെങ്കിലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണെങ്കിലും അവരെ ജാമ്യത്തിൽ വിടണം. അല്ലെങ്കിൽ അവർ ജാമ്യത്തിൽ വിടാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പ്രൊബേഷണറി ഓഫീസറുടെ കീഴിലോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഫിറ്റ് പേഴ്സണായിട്ട് അനുയോജ്യനായ ഒരു വ്യക്തിയുടെ സംരക്ഷണത്തിൽ വിടുകയാണ് വേണ്ടത്. ഇനി ജാമ്യം നിഷേധിക്കണമെങ്കിൽ ഈ കുട്ടിക്ക് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും മുതിർന്ന കുറ്റവാളികളുമായി അസോസിയേഷൻ ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള മതിയായ കാരണം വേണം. അല്ലെങ്കിൽ ധാർമ്മികമായോ മാനസികമായോ ശാരീരികമായോ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ടെന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ജാമ്യം നിഷേധിക്കാൻ പാടുള്ളൂ. അങ്ങനെ ജാമ്യം നിഷേധിച്ചാൽ പോലും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിറ്റ് പേഴ്സൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഈ പ്രൊബേഷണറി ഓഫീസറുടെ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒബ്സർവേഷൻ ഹോമിലോ ഒക്കെ മാറ്റാനേ പാടുള്ളൂ. ആ സമയത്തും ഇവർക്ക് അവകാശപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് അവകാശങ്ങളുണ്ട്. നമ്മളൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് മുതിർന്നവരായാലും അത് കുട്ടികളായാലും ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുക, ആ ഓൺ ദ സ്പോട്ടിൽ നീതി നടപ്പാക്കുക എന്നൊരു സംഭവമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഭരണഘടന വേണ്ട, നിയമങ്ങൾ വേണ്ട, നിയമ നടപടിക്രമങ്ങൾ വേണ്ട. നമുക്ക് ഏത് കുറ്റകൃത്യം നടന്നാലും ആ തത്സമയം ഒരു വിധി പ്രഖ്യാപിക്കുക, ഒരു ശിക്ഷ പ്രഖ്യാപിക്കുക എന്നതല്ലല്ലോ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ ഈ ഏത് പ്രതികളാണെങ്കിലും അവർക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കും. അതേസമയം ഈ കുട്ടികൾ ചെയ്ത കുറ്റത്തെ നമ്മൾ ന്യായീകരിക്കുന്നില്ല, ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തെ നമ്മൾ മാനിക്കുന്നുണ്ട്. അതൊന്നുമല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് ഈ കുട്ടികളെ ഇപ്പം നമ്മുടെ ജയിലുകളുടെയൊക്കെ പേര് എനിക്ക് തോന്നുന്നു 2016 മുതലാണ് മാറ്റിയത്. ഈ പ്രിസൺ മാനുവലിൽ 1979 കൊണ്ടുവന്ന പ്രിസൺ മാനുവൽ എനിക്ക് തോന്നുന്നു 2016 ഭേദഗതി വരുന്നത്. അപ്പോഴാണ് ഈ ജയിലിലുള്ള ഓഫീസർ, ജയിലർ എന്നുള്ള പേര് പോലും ഇപ്പോൾ ജയിലുകളിൽ ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. അതൊക്കെ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജയിലുകളുടെ പേര് സെൻട്രൽ പ്രിസണുകൾക്ക് കറക്ഷണൽ സെൻറ്റർ എന്നാക്കുന്നുണ്ട്. ഈ കുട്ടികളെയൊക്കെ നമ്മൾ
കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർ ജയിലിലിരുന്ന് അവർക്ക് മതിയായ കറക്ഷൻ ടൈം കൊടുക്കുക. അതിനുവേണ്ട ഈ കറക്ഷന് വേണ്ടി ഒരാളെ സാധാരണ ജീവിതത്തിലേക്ക് പൊതുസമൂഹത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ജയിൽ മാനുവലിലൊക്കെ കൃത്യമായി അതിന് പ്രത്യേകം ഓഫീസർമാർ തന്നെ ഉണ്ട്. ജയിൽ വെൽഫെയർ ഓഫീസർമാരുണ്ട്, എല്ലാ ജയിലിലും ജയിൽ വെൽഫെയർ ഓഫീസർമാരുണ്ട്, മൊത്തത്തിലൊരു ചീഫ് വെൽഫെയർ ഓഫീസർമാരുണ്ട്. അവർ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ തടവുകാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ തൊഴിൽ പരിശീലനത്തിന് വേണ്ടി അവരെ വീണ്ടും കറക്ഷൻ ചെയ്യാൻ വേണ്ടി സാമൂഹികവും മറ്റുമായിട്ടുള്ള കാര്യങ്ങളിൽ അവരെ എങ്ങനെ ഇടപെടിക്കണമെന്നുള്ളതിനൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയത് നമ്മളുടെ ജയിൽ മാനുവലുകളും മറ്റും. അപ്പോൾ ആ രീതിയിൽ ഈ കുട്ടികളെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു മുതിർന്നവർ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളും ഇവരും ചെയ്യും. അപ്പം മുതിർന്നവർ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെങ്കിൽ അതിന് വേറെ ശിക്ഷ. അല്ല, അതിൽ ചില രാഷ്ട്രീയ ബന്ധങ്ങൾ ഇതിനകത്ത് വരികയാണ്. നിർഭാഗ്യവശാൽ എസ്എഫ്ഐയുടെ പ്രതിനിധി ഇതിനകത്ത് വേണമായിരുന്നു. എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും അദ്ദേഹം പങ്കെടുത്തിട്ടുമില്ല. അദ്ദേഹം മറ്റെന്തോ പരിപാടിയിലാണ്. അതായത് എസ്എഫ്ഐക്ക് ഇതിനകത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലേ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ചോദിക്കുമ്പോൾ ചർച്ചയിൽ പോലും പങ്കെടുക്കാതെ അത് ഇൻഫോം പോലും ചെയ്യാതെ മാറി നിൽക്കുകയാണ്. ശ്രീ പി ടി മുഹമ്മദ് സാദിഖ്, താങ്കൾ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് ഉത്തരം മുട്ടുന്നുണ്ട്, എവിടെയൊക്കെ ഉത്തരം മുട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഇത്തരം വലിയ പ്രതിഷേധം നടത്തുമ്പോൾ എസ്എഫ്ഐ മാറി നിൽക്കുന്നത്. എസ്എഫ്ഐക്ക് ചാനൽ ചർച്ചയിൽ പോലും ഉത്തരം പറയാനില്ലാത്തത് അതുകൊണ്ടായിരിക്കില്ലേ? ഇതിനകത്ത് മറ്റെന്തൊക്കെയോ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഈ KSUവും MSFും ഒക്കെ നടത്തുന്ന പ്രതിഷേധങ്ങളെ ന്യായീകരിക്കും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു മുതിർന്നവർ ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ആ കുറ്റകൃത്യങ്ങളൊക്കെ ഈ കുട്ടികളും ചെയ്യും. അതിൽ ഗൂഢാലോചനയും പെടും. ഗൂഢാലോചനയിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഞാൻ പറഞ്ഞത് കുട്ടികളെ കരുവാക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികൾ അർഹിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്ന ആ പോയിന്റ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതായത് കുട്ടികൾ എല്ലാ ക്രൈമും ചെയ്യും. ആ ക്രൈം ചെയ്യുന്നത് മുതിർന്നവർ ചെയ്യുന്ന എല്ലാ ക്രൈമും, കൊലപാതകം മുതൽ ചെറിയ മോഷണം വരെ പിടിച്ചു വരെ കുട്ടികൾ ചെയ്യും. ഈ ക്രൈം ചെയ്യുന്നത്, ഈ കുറ്റകൃത്യം ചെയ്യുന്നത് കുട്ടികളാണെങ്കിൽ അവരെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ് ബാലനീതി നിയമം. ആ ബാലനീതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടുത്തെ കോടതികൾക്കും സർക്കാരിനും പ്രോസിക്യൂഷനും ഒക്കെ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതിലിപ്പോൾ രാഷ്ട്രീയ ബന്ധങ്ങൾ സ്വാഭാവികമാണ്. കുട്ടികളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. കുട്ടികളുടെ വീട്ടിൽ രാഷ്ട്രീയമുണ്ടാകും, കുട്ടികൾക്ക് രാഷ്ട്രീയമുണ്ടാകും, രക്ഷിതാക്കൾക്ക് രാഷ്ട്രീയമുണ്ടാവും, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ സജീവമായ കുട്ടികളുണ്ടാവും. അപ്പോൾ അതൊന്നും ഈ ഒരു രാഷ്ട്രീയ ബന്ധം വെച്ച് ഈ കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. ശരി ശ്രീ, ഞാൻ ഒരു കാര്യം കൂടെ, ഞാൻ ആ പോയിന്റ് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. നിർഭയ കേസുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു മൈനർ കുറ്റവാളി വന്ന സമയത്ത് ആ ഒരു ഇളവ് കിട്ടിയതാണ്. വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഒക്കെയാണ് അന്ന് രാജ്യവ്യാപകമായി ഉയർന്നത്. ഈ തരത്തിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു പോസ്റ്റൊക്കെ ഒരു പക്ഷേ താങ്കൾക്ക് പോലും ആ സമയത്ത് പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. രണ്ടും സമാനമായിട്ടുള്ള കുറ്റകൃത്യം അല്ലെങ്കിലും ചില സമയങ്ങളിൽ എക്സെപ്ഷൻസ് ഉണ്ട്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ നീതിബോധവും നീതി വകുപ്പും ഒക്കെ എങ്ങനെ പറയാൻ കഴിയുന്ന ഒരു ചോദ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ലേ? സ്വാഭാവികമാണത്. കാരണം ഇപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾ ഏറ്റവും ക്രൂരമായ രീതിയിൽ തന്നെ കുട്ടികൾ കുറ്റകൃത്യം ചെയ്യും. അതിൽ യാതൊരു സംശയം, അതിനുള്ള ശിക്ഷയും കൊടുക്കണം. ഇപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ തന്നെ 16-നും 18-നും ഇടയിലാണ് ഈ കുട്ടിയുടെ പ്രായമെങ്കിൽ, നിയമവുമായി സംഘർഷത്തിലകപ്പെടുന്ന കുട്ടിയുടെ പ്രായം 16-ന് മുകളിലാണെങ്കിൽ ഒരു സ്പെഷ്യൽ അസസ്മെൻറ്റ് നടത്തണം ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. അതിന് മനഃശാസ്ത്ര വിദഗ്ധരുടെയും മറ്റ് സാമൂഹിക പ്രവർത്തകരുടെയും ഒക്കെ സഹായത്തോടു കൂടി സഹായം തേടിക്കൊണ്ട് ഒരു മാനസിക അപഗ്രഥനം നടത്തിയതിന് ശേഷമാണ് ആ കുട്ടിയെ മുതിർന്നവരെ പോലെ വിചാരണ ചെയ്യാം. ആ മുതിർന്നവരെ പോലെ വിചാരണ ചെയ്യണോ അത് കുട്ടികളുടെ കോടതിയിലാണ് വിചാരണ ചെയ്യേണ്ടത്. പക്ഷേ എന്നാലും അവർക്ക് ഈ ഇന്ത്യൻ ശിക്ഷ, ഇപ്പം BNS-ലോ അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ പറഞ്ഞ ശിക്ഷകൾ ഇവർക്ക് ബാധകമല്ല. അപ്പോഴും അവർക്ക് ഈ ബാലനീതി നിയമത്തിൽ പറയുന്ന ശിക്ഷകൾ മാത്രമേ ബാധകമാവുള്ളൂ. അവരെ ഒബ്സർവേഷൻ സെൻ്ററുകളിൽ മാത്രമേ പാർപ്പിക്കാൻ പറ്റുള്ളൂ. ശരി സൂരജ്, ഇത് നിയമപരമായിട്ട് കൊടുക്കേണ്ട അവകാശങ്ങൾ ഒരു വശത്ത് കൊടുക്കണം. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ചില ആരോപണങ്ങളൊക്കെ നിങ്ങളടക്കം ഇതിനകത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു വലിയ വിഷയം വരുമ്പോൾ അതിനകത്ത് ചില അവകാശങ്ങൾ സംരക്ഷിക്കാതിരിക്കാൻ ഭരണകൂടത്തിന് കഴിയില്ല. അത് മനസ്സിലാക്കുന്നതിന് പകരം ഇതിനകത്ത് ചില രാഷ്ട്രീയ ബന്ധമുണ്ട്. അത്തരം ആ ബന്ധമൊക്കെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടന ഒരു പ്രതിഷേധവും ഇല്ലാത്തത് ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതിലും ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. അപ്പോൾ ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും KSUവും സമരം നടത്തുന്നത് എന്ന് ആരോപിക്കേണ്ടി വരില്ലേ? രാഷ്ട്രീയ ലക്ഷ്യമല്ല നമ്മൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായ വസ്തുതകളുണ്ട്. നമ്മൾ കണ്ടതാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയുമായി കൂടെ നിൽക്കുന്ന ഈ കേസിലെ പ്രതിയുടെ പിതാവ് കൂടെ നിൽക്കുന്നു. ഇതിലെ ഒരു പ്രതിയുടെ പിതാവിന്റെ അച്ഛൻ CPM-ന്റെ ഉന്നത നേതാവാണ്, താമരശ്ശേരിയിലെ CPM-ന്റെ ഉന്നത നേതാവാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ SFIയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ ഒന്നും
ഷഹബാസിന് ആദരാഞ്ജലികൾ നേർന്നുള്ള പോസ്റ്റുകളില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളില്ല. നമ്മളൊക്കെ പിന്നെ ഇത്രയും നിഷ്കളങ്കരമൊന്നുമല്ലല്ലോ SFIക്കാര്. നിയമം ഇതാണ്, നീതി ഇതാണ് എന്ന് പറഞ്ഞ് കൃത്യമായി മുന്നോട്ട് പോകുന്ന ആളുകളൊന്നുമല്ലോ. നമ്മൾ കണ്ടതാണല്ലോ അഭിമന്യു കൊലക്കേസിലെ പ്രതികളെ എക്സാം എഴുതാൻ വന്നപ്പോൾ തടഞ്ഞവരാണ്. അന്ന് ഈ അവകാശങ്ങളെ കുറിച്ച് SFIക്ക് ധാരണയില്ലായിരുന്നു, ബോധ്യമില്ലായിരുന്നു. ഇതിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യം SFIക്കും കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിനുമുണ്ട്. ഇതിൽ CPM ബന്ധമുള്ള ആളുകളാണ് ഇതിലെ പ്രതികൾ. ഉന്നതരായ സാമ്പത്തിക സ്വാധീനമുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളുടെ മക്കളാണ്. സ്വാഭാവികമായും ഈ നാട്ടിൽ അതിദാരുണമായ ഒരു കൊലപാതകമാണ് നടന്നത്. സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അതിനെ നിയമത്തിന്റെ സാധ്യതകളെ കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫ്രെയിമുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഒപ്പം നിൽക്കാൻ KSUവിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി സാധിക്കില്ല. ഇത്തരം ക്രിമിനൽ വാസനകൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്ത് തുടക്കമാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഇത് ആവർത്തിക്കപ്പെട്ടിട്ടും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതിന് തുടക്കം കുറിക്കാൻ എന്ത് തുടക്കമാണ് കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മുടെ പോലീസിന്റെ പണി എന്താണ്? പോലീസ് നമ്മൾ പറയുന്നു ലഹരി മരുന്നും ഗ്യാങ് വാറുകളും ശക്തമായിക്കൊണ്ടിരിക്കുന്ന സൂരജ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സൂരജ്, അതിന് ആഡ് ചെയ്ത് ചോദിക്കുകയാണ്. വ്യാപകമായിട്ട് ഇപ്പോ അഫാന്റെ കൂട്ടക്കൊലപാതക കേസ് വരെ ഇവിടെ നടക്കുന്ന സമയമാണ് തിരുവനന്തപുരത്ത്. പക്ഷെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു യുവത്വം മുഴുവൻ, അല്ലെങ്കിൽ ഒരു പുതിയ തലമുറ മുഴുവൻ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ് എന്ന് പരക്കെ പറയുന്ന സമയത്ത് ഇത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടെ അതിന്റെ ഇടയിൽ കൂടെ നടത്തിക്കൊണ്ടു പോകുകയാണ് ചിലരൊക്കെ. അങ്ങനെയുള്ള ഒരു ആരോപണം കൂടി നിങ്ങൾ പറയുന്നതിനകത്തുണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെഞ്ഞാറമൂട്ടിൽ നടന്ന കാര്യമല്ലല്ലോ താമരശ്ശേരിയിൽ നടക്കുന്നത്. അത്തരം ഒരു നീക്കം ഇതിനകത്തുണ്ടെന്ന് KSU കരുതുന്നുണ്ടോ? അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഈ രീതിയിൽ കുട്ടികളെ എക്സാം എഴുതാൻ അനുവദിക്കുന്നു, ജുവനൈൽ ഡിസ്ട്രാക്ഷൻ നിയമത്തിലാണ് എന്ന് പറയുന്നു. ഇവിടെ ഇരകളാക്കപ്പെടുന്ന ജുവനൈൽസ് ഉണ്ട്. അവർക്ക് നീതി വേണ്ടേ? അവർക്ക് നിയമത്തിന്റെ പരിരക്ഷ വേണ്ടേ? ഇവിടെ കൊലയാളികളായ ആളുകൾക്ക്, അല്ലെങ്കിൽ വേട്ടക്കാരായ ആളുകൾക്ക് മാത്രമാണോ നീതിയും പരിരക്ഷയും വേണ്ടത്? അല്ലല്ലോ. ഇവിടെ കൊല ചെയ്യപ്പെടുന്ന ആൾക്കാണ്, അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്ന ആൾക്കാണ് ആദ്യത്തെ പരിരക്ഷ വേണ്ടത്. അതിവിടെ കിട്ടുന്നില്ല. നാളെ ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് കുട്ടികളെ ആരെങ്കിലും ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ കുട്ടികളെ അതിന് കഴിവാക്കി തീർത്താൽ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ? ശരി സൂരജ്, ശ്രീ PT മുഹമ്മദ് സാദിഖ് ചോദിക്കേണ്ടിയിരുന്നത് CPMന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവിനോടാണ്, അല്ലെങ്കിൽ SFIയുടെ നേതാവ്. SFI ചർച്ചയിൽ തന്നെയില്ല. അപ്പോൾ പിന്നെ താങ്കളോട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വ്യാപകമായിട്ടൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കേരളം മുഴുവൻ ഈ തരത്തിലാണ് എന്ന് പറയുമ്പോൾ ഇനി ഈ താമരശ്ശേരി വിഷയം അതല്ലാത്തൊരു തരത്തിലേക്കായിരിക്കുമോ ഇനി വരുന്ന ദിവസങ്ങളിൽ? CPMന് ഇതുമായിട്ട് ബന്ധമുണ്ടോ? CPMന്റെ നേതാവ് ഈ പ്രതികൾ കുട്ടികളുടെ ഒരാളുടെ അച്ഛൻ്റെ സുഹൃത്താണ്, അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛൻ, ഈ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നിയമസഭയിൽ ചർച്ച ചെയ്യുന്നതടക്കം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതടക്കമുള്ള വിഷയമല്ല. അതിനൊരു വ്യത്യാസമുണ്ട് താമരശ്ശേരിക്ക്. അങ്ങനെ ഒരു ആരോപണമൊക്കെ വന്നുകൂടായില്ലല്ലോ വരും മണിക്കൂറുകളിൽ. ആരോപണം വരാൻ സാധ്യതയുണ്ട്. ഞാനത് ആവർത്തിച്ച് പറഞ്ഞു. കുട്ടികൾ സമൂഹത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾക്കും സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത്, അല്ല, അത് ഈ വെഞ്ഞാറമൂട്ടി നടന്ന കൊലപാതകം പോലെയോ, അതല്ലെങ്കിൽ ഇപ്പോ ഈ തിരുവനന്തപുരത്തൊക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ദ്രോഹം പോലെയോ, അല്ലെങ്കിൽ തൃപ്പൂണിത്തറയിൽ സംഭവിച്ചതുപോലെയോ ഒന്നുമല്ല. ഇതിൽ വ്യത്യാസമുണ്ട്, ഇതിനകത്ത് വ്യത്യാസമുണ്ട്. അല്ല, ഇത് പ്രാരംഭഘട്ടത്തിൽ വരുന്ന ചില ആരോപണങ്ങൾ മാത്രമാണിത്. അങ്ങനെ വന്നാൽ പോലും ഈ കുട്ടികളെ ഉപയോഗിച്ച് കുറ്റകൃത്യം ചെയ്താൽ മുതിർന്നവരെ എങ്ങനെ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്ന് നമ്മുടെ ശിക്ഷാ നിയമങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട്. പക്ഷേ ഞാൻ വേറെ നേരത്തെ അസീൽ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് വരാമെന്ന് വിചാരിക്കും. നമ്മുടെയൊക്കെ ഒരു കുഴപ്പം ഇതാണ്. നമ്മൾ എന്ത് സംഭവം ഉണ്ടാകും അതിനെ വൈകാരികമായിട്ട് സമീപിക്കും, രാഷ്ട്രീയമായിട്ട് സമീപിക്കും. അതിൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ടതും ഒക്കെ ആവശ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഇപ്പം നമ്മൾ ഈ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന, കൗമാരക്കാരിൽ വർദ്ധിച്ചു വരുന്ന, ചെറുപ്പക്കാരിൽ വർദ്ധിച്ചു വരുന്ന കുറ്റവാസനകളെക്കുറിച്ചും കുറ്റകൃത്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ അസീൽ സൂചിപ്പിച്ചതുപോലെ എല്ലാം ഇത് ഈ ജെൻ സി തലമുറയുടെ കുഴപ്പമാണ്. അല്ലെങ്കിൽ 97-നും 2012-നും ഇടയിൽ ജനിച്ച കുട്ടികളെയാണ് നമ്മൾ ജെൻ സി തലമുറ എന്ന് പറയും. ആ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ മാത്രം കുറ്റമാണ് എന്ന രീതിയിൽ എല്ലാം അവരുടെ തലയിൽ കെട്ടിപ്പോകും. അതിന് കാരണമോ ലഹരിയും സിനിമയും കാരണമായി നമ്മൾ പറയും. പക്ഷേ നമ്മൾ ആരും, ഇപ്പോൾ ഞാൻ ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഞാൻ പത്രങ്ങളിലും ചാനലുകളിലും വരുന്ന എല്ലാ ചർച്ചകളും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും അധികം ആരും പരാമർശിക്കാത്ത രണ്ട് കാര്യങ്ങൾ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ വെച്ച് ഞാൻ നിരീക്ഷിച്ച 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന 1997 മുതൽ 2012 വരെ ജനിച്ച കുട്ടികളെന്ന് പറയുമ്പോൾ അവരുടെ പാരൻസ് സ്വാഭാവികമായും 45 വയസ്സിനും 55 അല്ലെങ്കിൽ 56 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കും. ഈ ചർച്ച, ആ പ്രായത്തിലുള്ള ഏതെങ്കിലും പാരൻ്റ് ഈ ചർച്ച കേട്ടിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒന്ന് നോക്ക്. എത്ര മണിക്കൂർ നിങ്ങൾ ഇന്ന് മൊബൈലിൽ നിങ്ങൾ സമയം ചെലവഴിച്ചിട്ടുണ്ട്, എത്ര സമയം നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ
ഈ പറയുന്ന കുടുംബ കോടതികളിലും കൗൺസിലിംഗ് സെൻ്ററുകൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കും ഈ 45-നും 55-നും ഇടയിൽ പ്രായമുള്ള ദമ്പതികൾക്കിടയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ, ഡിസ്ഫങ്ഷണൽ ഫാമിലീസ് ഒരു പ്രധാന പ്രതിയാണ് ഈ കുട്ടികൾ മുഴുവൻ. ഇങ്ങനെ ഒന്ന് ഈ പറയുന്ന ഞാനടക്കം ആ പ്രായപരിധിയിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയുടെ തുടക്കകാലത്ത് ഇത് ഉപയോഗിക്കുന്ന, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അതിൻ്റെ അടിമകളായിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ജൻസി തലമുറ ജനിക്കുന്നത്. അവർ സോഷ്യൽ മീഡിയയിലേക്ക് ജനിച്ചു വളർന്നവരാണ്. അവർ മൊബൈൽ ഉപയോഗിക്കുന്നതിന് അവരൊരിക്കലും കുറ്റം പറയാനുള്ളൂ. മൊബൈലിൻ്റെ അടിമകളാകുന്നതും കുട്ടികളിൽ നിന്ന് ആദ്യം അകൽച്ച സംഭവിക്കുന്നതും ഈ പറയുന്ന പാരൻസിനാണ്. പാരൻസ് ഇന്ന് പോലും 2 കൊലപാതകങ്ങൾ നടന്നു. അത് കുടുംബ പ്രശ്നങ്ങളാണ്. രണ്ടും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ മറ്റ് ബന്ധങ്ങൾ ആരോപിച്ച് കൊല്ലുകയാണ്. ഒരു സ്ഥലത്ത് മറ്റു ബന്ധങ്ങൾ ആരോപിച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയതിന് ശേഷം ആത്മഹത്യ ചെയ്തു. മറ്റൊരു സ്ഥലത്ത് ഭാര്യയെയും അവരുടെ പുരുഷ സുഹൃത്തിനെയും കൂടി മറ്റൊരാൾ വെട്ടിക്കൊല്ലുന്നു. അപ്പോൾ ഇതൊക്കെ കുടുംബങ്ങളിലെ ഛിദ്രത കുട്ടികളെ ബാധിക്കുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ശരിക്കും ഈ കുട്ടികളുടെ ഇടയിലുള്ള കുറ്റവാസന എന്നത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത് നടക്കുന്നുണ്ട്. നമുക്കറിയാം അതിന് ഒരു പ്രധാന കാരണമായി പറയുന്നത് കോവിഡിന് ശേഷം ലോങ് കോവിഡ് എന്ന പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്ന് വെച്ചാൽ മാനസികവും ശാരീരികവുമായ ദുർബലമായ മാനസികവും ശാരീരികവുമായ അവസ്ഥയും മറ്റ് രോഗലക്ഷണങ്ങളുമാണ് ഇതിൻ്റെ കാരണം. ഇതിനെ പറയുന്നത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശാലമായി പ്രശസ്ത ക്യാൻസർ ക്യാൻസർ ചികിത്സാ വിദഗ്ധനും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ ഡോക്ടർ MV പിള്ള കഴിഞ്ഞ മാസം മലയാള മനോരമ പത്രത്തിൽ വിശദമായൊരു ലേഖനം എഴുതിയിരുന്നു. അപ്പോൾ ഇത്തരം പഠനങ്ങളൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല. അതിൽ അദ്ദേഹം പറയുന്നത് സ്പെയിൻ പൊതുവെ ശാന്തശീലരായ സ്വഭാവക്കാരുടെ ഒരു നാട്. നമുക്കറിയാം ഈ കോവിഡ് എല്ലാ രാജ്യങ്ങളും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചും സ്പെയിൻ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ തൊട്ടടുത്ത ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച അവരുടെ അയൽ രാജ്യമായ നോർവേയേക്കാൾ 30% കൂടുതലായിരുന്നു അവരുടെ മരണനിരക്ക്. പിന്നീട് ആ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് തെറ്റായി പോയെന്ന് പിന്നീട് ഈ സ്പാനിഷ് ഭരണകൂടം തിരിച്ചറിയുന്നുണ്ടെങ്കിലും അവിടെ നടത്തിയ പഠനത്തിലാണ് ഈ ലോങ് കോവിഡ് ആദ്യമായി കണ്ടത്. കാരണം അവിടെയാണ് ഈ കൗമാരക്കാരായ കുട്ടികൾ ഭീകരമായ അക്രമങ്ങളിലേക്ക് തിരിഞ്ഞു. അവിടെ ഒരു നഗരത്തിൽ ഇതുപോലെ ഒരു സ്കൂളിൽ ഒരു പഠന കേന്ദ്രത്തിൽ ഒരു കുട്ടിയുടെ വെടിയേറ്റ് 10 പേർ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠനം നടക്കുന്നില്ല. അതെ, അത് ഞാൻ സമ്മതിക്കുന്നു. നമ്മളൊരു ജനറൽ ആയിട്ട് ഈ വിഷയത്തിനകത്ത് പഠനം നടക്കണം, ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. അതാണ് നമ്മൾ നിയമസഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കം നടക്കുമ്പോഴും ഉയരുന്ന വിഷയം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഷഹബാസിന്റെ വധവുമായി ബന്ധപ്പെട്ട് അത്തരം ജനറലൈസേഷൻ തന്നെയാണോ പരിപൂർണമായും നടത്തേണ്ടതെന്നൊരു ചോദ്യം കൂടി. അസീൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കേസുകളെയും ഒരേപോലെ കണക്കാക്കാൻ കഴിയുകയില്ല എന്നുള്ളതിനകത്ത് താമരശ്ശേരി ഉൾപ്പെടണം, ഷഹബാസ് വധം അതിനകത്ത് ഉൾപ്പെടണം എന്നുള്ളൊരു ആരോപണം VT സൂരജിന്റെ അടക്ക ഭാഗത്ത് സക്കറിയ ജോർജും പറയുന്നത് ആ തരത്തിൽ തന്നെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ തിരുത്തലുകളും 8ാം ക്ലാസ്സിലെ ഗ്യാങ് വാർ തിരുത്തലുകൾ നടത്തി ഈ പ്രശ്നം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു, ആ തലം മാത്രമേ ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞില്ല. അതായത് ഈ പറഞ്ഞ ആളുകളുടെ ഇപ്പോൾ VT സൂരജ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആളുകളാണെങ്കിലും അവർ പറഞ്ഞത് വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് എന്നുള്ളൊരു അഭിപ്രായം പലർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പക്ഷേ നമുക്കതിനെ വിമർശിക്കാൻ ഒരു കാരണവശാലും പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഈ പ്രതികരണങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ ആളുകൾക്കെതിരെ, ഈ കുട്ടികൾക്കെതിരെ എല്ലാം ഈ പ്രതികരണങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇവിടെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ കൊണ്ടാണ്. നമ്മൾ ഈ പറയുന്ന ബാലാവകാശങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് അഭിപ്രായപ്പെടാമായിരുന്നു. എപ്പോഴായിരുന്നു ഇവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു സിസ്റ്റം നടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടന്നു പോകുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്, നാട്ടുകാർ ലഹരി പിടികൂടി എന്നുള്ളത്. നാട്ടുകാർ ലഹരി പിടികൂടുന്ന സത്യം പറഞ്ഞാൽ അത് അഭിമാനിക്കാവുന്നതിലപ്പുറം അതിലൊരു ഭയത്തിന്റെ എലമെന്റ് ഉണ്ട്. അവിടെയുള്ള ഇന്റലിജൻസ് സിസ്റ്റവും ബാക്കി സിസ്റ്റവും എല്ലാം ഉണ്ടായിട്ടും അത് അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഒന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ സ്കൂൾ ബസ്സിൽ കോമ്പസ് കൊണ്ട് കുത്തി ഉപദ്രവിച്ചു, അങ്ങനെ ആശുപത്രിയിലെ അത്തരത്തിലുള്ള വൈകാരിക പ്രകടനം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആക്രമണമാണ് താമരശ്ശേരിയിൽ നടന്നത് എന്ന് അസീൽ കരുതുന്നുണ്ടോ? നമുക്കൊരു വിഷയത്തെ നമുക്ക് ഒരിക്കലും ഈ സർഫസിൽ നിന്നുകൊണ്ട് കണ്ട് നമ്മൾ അതിൽ ഒരു വിധി പറയുന്നത് ശരിയാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ള സംശയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. സ്വാഭാവികമായിട്ടും ഒരു നോർമൽ സെനാരിയോയിലാണെന്നുണ്ടെങ്കിൽ, നിരന്തരമായിട്ട് അടി ഉണ്ടാക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിലേക്ക് അവർ കടക്കില്ല. അപ്പം അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ അത് സംശയം ഉണ്ടാക്കുന്നതാണ്. അവർ ഈ പറയുന്ന നിയമത്തിനെ പറ്റി, അത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവർ നിയമത്തെ പറ്റി നടത്തുന്ന ചർച്ചകൾ,
ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും അതിനെക്കുറിച്ച് അവരുടെ ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ചകൾ അത് കുറെ കൂടെ സീരിയസ് ആണ്. അത് സീരിയസ് ആയതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിലേക്കും നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് വിഷയങ്ങളിൽ നിന്ന് വിപരീതമായിട്ട് ഇതിനെ കുറെ കൂടെ ഇൻഡെപ്ത് ആയിട്ട് അന്വേഷിക്കുകയും ഇതിന്റെ പിന്നിലുള്ള ആളുകളെ കണ്ടെത്തുകയും വേണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഇത് സ്പെസിഫിക് ആവാൻ കാരണങ്ങളുണ്ട്. ഇവരുടെ ആയുധങ്ങൾ, ഇവരുടെ ചർച്ചകൾ, ഇവരുടെ ഭാഷ, ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് കുറെ കൂടെ ഇൻഡെപ്ത് ആയിട്ട് മറ്റ് കേസുകളെ പോലെ അല്ലാതെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് തന്നെയാണ് അഭിപ്രായം. റൈറ്റ്. ശ്രീ സക്രിയ ജോർജ്, അതായത് മറ്റ് താങ്കൾ പറഞ്ഞ രീതിയിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഈ തരത്തിലുള്ള ഒരു ആരോപണത്തിലേക്കൊക്കെ താമരശ്ശേരി ഷഹബാസ് വധക്കേസ് മാറാനുള്ള ഒരു സാധ്യത അത് ഈ ജനറലൈസ് ചെയ്ത് ഈ പുതിയ തലമുറയിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലല്ല അത് പെടുക. സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്കുള്ള ഒരു കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനാണ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ? അല്ല, ടി വിയിലെല്ലാം കാണിച്ച കാര്യമല്ലേ, അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് ഇൻഡിവിജ്വലായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ അല്ല. പക്ഷെ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു വന്നപ്പം ഈ സുശീൽ മർമു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡിന്റെ വിധി പറഞ്ഞുകൊണ്ടിരുന്നപ്പം അപർണ പെട്ടെന്ന് ഇന്ററപ്റ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റിയില്ല. അതിനകത്ത് ഒരു ക്ലോസ് കൂടെ പറയാം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ ദ വിക്ടിം ഓഫ് മർഡർ ഈസ് ആൻ ഇന്നസെന്റ് ചൈൽഡ് or a helpless woman or old or infirm person or a person with service whom the murderer is in a dominating position or a public figure generally loved and respected by the community. അപ്പോൾ ഇതിനകത്ത് ഇത് ചൈൽഡാണ് തീർച്ചയായിട്ടും മരിച്ച ആൾ. അത് കഴിഞ്ഞിട്ട് അടുത്തത് whom the murderer is in a dominating position. ഒത്തിരി പേര് കൂടി ചേർന്ന് ഒരാളെ തല്ലിക്കൊല്ലുമ്പം എങ്ങനെ റെസിസ്റ്റ് ചെയ്യാനാ? വാങ്ങിക്കുക. എത്രയോ ഇടത്ത് ഇങ്ങനെ കുട്ടികളെ ഈ പറയുന്ന വില്ലന്മാര്. അതാണ് ആ പോയിന്റ് കൃത്യമാണ്. അതായത് ഒന്നോ രണ്ട് കുട്ടികൾ തമ്മിലുണ്ടായ ഒരു സംഘർഷമല്ല, ഇത് കുറെ പേര് കൂടി ചേർന്നിട്ട് നടത്തുന്ന മർദ്ദനമാണ്. അതിനകത്ത് പ്ലാനിംഗ് കൊണ്ട് ഈ പറയുന്ന പോലെ ഒരു ജനറലൈസേഷൻ എങ്ങനെയാണ് ഷഹബാസിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നതെന്ന് ആ ഒരു അപർണ ഒരു കാര്യമുണ്ട്. നമ്മളെക്കാട്ടിലും ഒക്കെ വളരെ വിവേകവും പാണ്ഡിത്യവും ദീർഘവീക്ഷണവും ഫാർ സൈറ്റ്നെസ് ഉള്ളവരാണ് സുപ്രീം കോടതി ജഡ്ജിമാർ. അവരെഴുതി വെച്ചേക്കുന്ന ജഡ്ജ്മെന്റ് ആണ് ഇതൊക്കെ. ഇന്ത്യയെ നല്ലായ ഒരു നിലയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ജെ ആക്ടിന്റെ 2 സബ്സെക്ഷൻ 33 ഹീനസ് ക്രൈം എന്ന് പറഞ്ഞുകൊണ്ട് IPC 7. ശരി ശ്രീ സക്കറിയ ജോർജ്, ഞാൻ വിശദാംശങ്ങൾ കടക്കുമ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. നമ്മൾ ഈ ചർച്ചയുടെ ഇടയിൽ തന്നെ ഞാൻ ഒരു സെക്കൻഡ് കയറുന്നത് ഇതേ താമരശ്ശേരിയിൽ ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ചേട്ടൻ അർജുന്റെ തലയ്ക്ക് വെട്ടിയ ഒരു സംഭവം കൂടി. അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദിന്റെ തലയ്ക്ക് വെട്ടേറ്റിരിക്കുന്നു. സഹോദരൻ അർജുൻ വെട്ടിയ ഒന്ന് പോയിട്ട് അനീഷ്, വീണ്ടും താമരശ്ശേരിയിൽ നിന്ന് വരുന്നത് എത്രത്തോളം ഗുരുതരമാണ്? ഇത് സംഭവിച്ചത് ലഹരിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വാർത്തയാണോ? അപർണ, തീർച്ചയായും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരുപയോഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുമ്പോഴാണ് ഇതേ താമരശ്ശേരിയിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി നൽകാനുള്ളത്. അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദ് എന്ന 23-കാരനാണ് തലയ്ക്ക് വെട്ടേറ്റത്. ഇയാളുടെ ലഹരിക്ക് അടിമയായ സഹോദരനാണ് തലയ്ക്ക് വെട്ടിയത്. ഇന്ന് വൈകുന്നേരമായിരുന്നു സംഭവം നടന്നത്. ഈ ചമ്മൽ കാരപ്പറ്റ ക്ഷേത്രത്തിലെ കുരുതിത്തറയിലെ വാളെടുത്ത് ഇയാൾ വീട്ടിലെത്തുകയും അവിടെ വെച്ച് അനുജനെ വെട്ടുകയുമായിരുന്നു. ഈ ഗുരുതിത്തറയിൽ പോയി വാളെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറെ നാളുകളായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു ഈ അർജുൻ എന്നയാൾ. ഇയാളെ നിർബന്ധിച്ച് ഈ ലഹരി വിമുക്തി കേന്ദ്രത്തിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ഒരു തവണ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. ഇതിന് ഈ സഹോദരനാണ് നേതൃത്വം നൽകിയത്. അതുകൊണ്ടാണ് ഈ സഹോദരനോട് വലിയ പകയുണ്ടാവുകയും ആ സഹോദരന് തലയ്ക്ക് വെട്ടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പരിക്ക് വലിയ ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ക്ഷേത്രത്തിലെ വാളെടുത്താണ് വെട്ടിയിരിക്കുന്നത്. ഇത്തരം വാർത്തകൾക്ക് പോലും പുതുമയില്ലാണ്ടായി മാറുന്ന സാഹചര്യമുണ്ട്. നമ്മൾ ചർച്ചയിൽ ഏറ്റവും അവസാനം നമ്മൾ പോളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചോദിച്ചു, താമരശ്ശേരി ഷഹബാസ് വധക്കേസ് പ്രതികളെ അല്ലെങ്കിൽ ആ ആരോപണ വിധേയരായ ആ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ചത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് കടന്നിരുന്നു, PD പോളിലേക്ക്. അപ്പോൾ അതിനകത്ത് ശരിയല്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ. 92% പ്രേക്ഷകരും പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പൊതുബോധത്തിനൊപ്പം നിൽക്കണോ നീതിബോധം എന്നൊരു ചോദ്യം പോലും ഇതിനകത്ത് വന്നു. 2 വിഷയമാണ്. കുറ്റകൃത്യങ്ങൾ കൂടുന്നുണ്ട് പുതിയ തലമുറയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പക്ഷേ അതിൻ്റെ കാതലായിട്ടുള്ള വിഷയം ആ തലമുറ തന്നെയാണോ, അതെങ്ങനെയാണ് തിരുത്തേണ്ടത് എന്നുള്ളതിൽ വലിയ പഠനം നടത്തണം. രണ്ടാമത്തേത്, താമരശ്ശേരി ഷഹബാസ് വധക്കേസ് ആ പട്ടികയിൽപ്പെടുത്തേണ്ടതാണോ? ഈ ഗൂഢാലോചനയ്ക്ക് മറ്റും ലക്ഷ്യങ്ങളുണ്ടോ, അതിൽ രാഷ്ട്രീയ വിഷയങ്ങളുണ്ടോ എന്നുള്ള ആരോപണങ്ങളൊക്കെ അതും അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നുകൂടിയാണ്
പറയേണ്ടതായി വരുന്നത്. വളരെയധികം നന്ദി ശ്രീ പി ടി മുഹമ്മദ് സാദിഖ്, സക്കറിയ ജോർജ്, സൂരജ്, ഒപ്പം അസീൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പൂർണ്ണമാകുന്നു പറയുന്നത്.